गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ആഗസ്റ്റ് 17 മുതൽ 23 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് ചിങ്ങം 1 മുതൽ 7 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് ഗുരുവും ശുക്രനും, സുഖസ്ഥാനത്ത് ബുധനും, പുത്രസ്ഥാനത്ത് രവിയും, ശത്രുസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമങ്ങൾ വർദ്ധിക്കും. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, രോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശവും കാര്യതടസ്സത്തിനും സാധ്യതയുണ്ട്. വാഹന ശയനസുഖം ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് ആപത്തുണ്ടാവും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ശുക്രനും, സഹോദരസ്ഥാനത്ത് ബുധനും, സുഖസ്ഥാനത്ത് രവിയും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷമവും ഉണ്ടാകാം. ശയനസുഖം, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ജ്വരവും പുത്രദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. കലഹപ്രവണത ഉടലെടുക്കും. എഴുത്തൂത്തുകളിൽ വൈകല്യത്തിന് സാധ്യത. കുടുംബസുഖമുണ്ടാകും. ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. കീർത്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ശുക്രനും, ധനസ്ഥാനത്ത് ബുധനും, സഹോദരസ്ഥാനത്ത് രവിയും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദുർവ്യാപാരവും രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കളത്രസൗഖ്യം, വിശേഷ വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. സാമ്പത്തികമായി മെച്ചമായിരിക്കും. ബന്ധുക്കളെ കൊണ്ട് വ്യസനത്തിനിടയാകും. കാര്യതടസ്സം, വസ്ത്രലാഭം, ഭാഗ്യം, മാനക്ഷയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആരോഗ്യപുഷ്ടിക്കും സന്തോഷാനുഭവങ്ങൾക്കും യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ജന്മത്തിൽ ബുധൻ, ധനസ്ഥാനത്ത് രവി, സഹോദരസ്ഥാനത്ത് കുജൻ, ഭാഗ്യസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങൾക്കും മനപ്രയാസത്തിനും സാധ്യതയുണ്ട്. ഭാഗ്യം, ധനനഷ്ടം, കാര്യതടസ്സം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് യോഗം കാണുന്നു. ശത്രുനാശവും വിജയങ്ങളും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃതുല്യരായവർക്കോ അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ഗുരുവും ശുക്രനും, വ്യയസ്ഥാനത്ത് ബുധൻ, ജന്മത്തിൽ രവി, ധനസ്ഥാനത്ത് കുജൻ, അഷ്ടമത്തിൽ ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. പുത്രന്മാർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. നിർഭയത്വവും മനസ്സന്തോഷവും ഉണ്ടാകും. കാവ്യ നാടകാദി കലകളിൽ താല്പര്യം വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ കുറയും. അഭീഷ്ടകാര്യസിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. ഭാഗ്യദോഷവും ധനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടാകും. കോപം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ലാഭസ്ഥാനത്ത് ബുധൻ, വ്യയസ്ഥാനത്ത് രവി, ജന്മത്തിൽ കുജൻ, കളത്രസ്ഥാനത്ത് ശനി എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അനാരോഗ്യം, സർക്കാർ ഗുണങ്ങൾ, സന്തോഷം, അമിതമായ ചെലവ് എന്നിവയുണ്ടാകും. കാര്യതടസ്സവും സ്വജനവിരഹവും അനുഭവപ്പെടും. കുടുംബസൗഖ്യവും അല്പമായ ധനലാഭവും പ്രതീക്ഷിക്കാം. കർമ്മവൈകല്യവും
അപമാനവും നേരിടേണ്ടതായി വന്നേക്കാം. ഭാര്യയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ഗുരുവും ശുക്രനും, കർമ്മസ്ഥാനത്ത് ബുധൻ, ലാഭസ്ഥാനത്ത് ശനി, വ്യയസ്ഥാനത്ത് കുജൻ, ശത്രുസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശാന്തിയും കാര്യവിജയവും ഉണ്ടാകും. കളത്രസുഖവും ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യവും പ്രതീക്ഷിക്കാം. ആജ്ഞാശക്തിയും സാമർഥ്യവും വർദ്ധിക്കും. ശത്രുനാശവും ധനവർദ്ധനവും ഉണ്ടാകും. ദ്രവ്യനഷ്ടത്തിനും ദുഃഖത്തിനും സാധ്യത കാണുന്നു. അപകടങ്ങളെ കരുതിയിരിക്കുക. ഭയം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ഗുരുവും ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, കർമ്മസ്ഥാനത്ത് രവി, ലാഭസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. ശയനസുഖവും അപകടഭീതിയും സ്വാതന്ത്ര്യക്കുറവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ഭൂമി സംബന്ധമായ ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഭാഗ്യക്കുറവും സന്താന ദുഃഖവും ഉണ്ടായേക്കാം. അരിഷ്ടതകളും ധനപരമായ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരാം. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. എടുത്തുചാട്ടം ഒഴിവാക്കി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രശ്നങ്ങളെ നേരിടുക. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ഗുരുവും ശുക്രനും, അഷ്ടമത്തിൽ ബുധൻ, ഭാഗ്യസ്ഥാനത്ത് രവി, കർമ്മസ്ഥാനത്ത് കുജൻ, സുഖസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും സുഖാനുഭവഹാനിയും ഉണ്ടായേക്കാം. കലഹപ്രവണത ഉടലെടുക്കും. ദാമ്പത്യ സൗഖ്യവും സന്താന ഗുണവും ഉണ്ടാകും. കാര്യവിജയവും സന്തോഷവും പ്രതീക്ഷിക്കാം. കർമ്മതടസ്സം നേരിടും. രോഗശമനം, ശയനസുഖം, അപകടഭീതി, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അവിചാരിതമായ ആപത്തുകളെ കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും, ശത്രുസ്ഥാനത്ത് ഗുരുവും ശുക്രനും, കളത്രസ്ഥാനത്ത് ബുധനും, അഷ്ടമത്തിൽ രവിയും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായ കലഹത്തിലേർപ്പെടും. സർക്കാരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ദോഷങ്ങൾക്ക് സാധ്യത. ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. സ്വജനവിരോധത്തിന് സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. സഹോദര ഗുണവും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും, പുത്രസ്ഥാനത്ത് ഗുരുവും ശുക്രനും, ശത്രുസ്ഥാനത്ത് ബുധനും, കളത്രസ്ഥാനത്ത് രവിയും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനിയും ശക്തിക്കുറവും അനുഭവപ്പെടും. കുടുംബസൗഖ്യവും സജ്ജന സംസർഗവും ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകാം. ധനനാശവും വ്രണാദി രോഗങ്ങളും കരുതിയിരിക്കുക. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ഉദരരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും, സുഖസ്ഥാനത്ത് ഗുരുവും ശുക്രനും, പുത്രസ്ഥാനത്ത് ബുധനും, ശത്രുസ്ഥാനത്ത് രവിയും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. ഭയം, ദുഃഖം, ശത്രുനാശം, ശയനസുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭാര്യാകലഹത്തിനും നയനരോഗത്തിനും സാധ്യത. ജപധ്യാനാദികൾക്ക് മുടക്കം നേരിടും. ബന്ധുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വാഹന ശയനസുഖം ഉണ്ടാകും. ധനനാശവും സ്വജനങ്ങളുടെ വേർപാടും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.